ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോഫോക്കസ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബോട്ടണിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ സ്റ്റഡി നോട്ട്സ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ആ പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ്. സോ എന്താണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? ഫ്ലവറിംഗ് പ്ലാന്റ്സ് മീൻസ് ആൻജിയോസ്പേംസ്. സോ ആൻജിയോസ്പേംസിൻ്റെ മോർഫോളജി മീൻസ് സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ സ്ട്രക്ചർ. അപ്പം ആൻജിയോസ്പേംസിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ആൻജിയോസ്പേംസിന് മെയിനായിട്ട് നമ്മൾ പറയാം നമുക്ക് റൂട്ട്സ്, ലീവ്സ്, സ്റ്റെം, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമുക്ക് റൂട്ട്സ്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ് ഇത്രയും കാര്യങ്ങളുടെ ഫീച്ചേഴ്സ് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മോഡിഫിക്കേഷൻസും അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. സോ നമുക്ക് നോക്കാം. മോർഫോളജിയിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് റൂട്ട്സ് ആണ്. സോ നമുക്കറിയാം റൂട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ് കാണുന്നത്? സോയിലിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതായത് പ്ലാന്റിന് മെയിൻ സപ്പോർട്ട് നൽകുന്ന ഒന്നാണ് റൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് ആ ജെർമിനേറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് സോയിലിൻ്റെ താഴോട്ട് പോകുന്ന പോർഷൻ, ദാറ്റ് ഈസ് റാഡിക്കിൾ, ആൻഡ് മുകളിലോട്ട് എറേസ് ചെയ്ത് വരുന്ന പോർഷൻ പ്ലിമ്യൂൾ. സോ റാഡിക്കിളാണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റാഡിക്കിളാണ് റൂട്ടായിട്ട് മാറുന്നത്. ഇപ്പോൾ റൂട്ടായിട്ട് മാറുന്ന ആ റാഡിക്കിൾ പിന്നെ അതെന്ത് ചെയ്യുന്നു? ഒരു പ്ലാന്റായിട്ട് മാറുന്നു. അപ്പോൾ ഫസ്റ്റ് ആ റൂട്ട് എന്ന് പറയുന്നതാണ് പ്രൈമറി റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി റൂട്ട്സിൽ നിന്നാണ് ഫസ്റ്റ് ഈ റാഡിക്കിൾ എറേസ് ചെയ്യുന്ന ഏതിലോട്ടാണ്? പ്രൈമറി റൂട്ട്സ്. അതാണ് ഡയറക്റ്റായിട്ട് എലോങ്ങേറ്റ് ചെയ്ത് പ്രൈമറി റൂട്ട്സ് ആവുന്നത്. ഈ പ്രൈമറി റൂട്ട്സിൽ നിന്നും പിന്നീട് ഒരുപാട് റൂട്ട്സ്, അതിൽ നിന്ന് സെക്കൻഡറി റൂട്ട്സ്, ടെർഷ്യറി റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂട്ട്സ് അതിൽ നിന്ന് സ്മോൾ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈമറി റൂട്ട്സ് അതുപോലെ തന്നെ അതിൻ്റെ ലാറ്ററൽ റൂട്ട്സ് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? സെക്കൻഡറി, ടെർഷ്യറി. ഈ ഒരു ടൈപ്പ് റൂട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. സോ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? പ്രൈമറി റൂട്ട്സ് അലോങ് വിത്ത് ലാറ്ററൽ റൂട്ട്സ് ഫോം ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. അതായത് മിക്കവാറുള്ള എല്ലാ ഡൈക്കോട്ട് പ്ലാന്റ്സിലും എന്ത് കാണുന്നു? ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അതായത് മസ്റ്റാർ, ഗ്രാം ഇതുപോലെയുള്ള ഡൈക്കോട്ട് പ്ലാന്റ്സിൽ എല്ലാത്തിലും എന്തായിരിക്കും? ടാപ്പ് റൂട്ട് സിസ്റ്റം. വലിയ പ്ലാന്റ്സ്, മരങ്ങൾ, ഇതിലെല്ലാം ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. എന്നാൽ മോണോകോട്ട് പ്ലാന്റ്സിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി റൂട്ട്സ് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. അതായത് ജെർമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി റൂട്ട്സ് കാണില്ല. അതിന് പകരമായിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ്, അതായത് ആ സ്റ്റെമ്മിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് എന്ത് ചെയ്യുന്നു? എറേസ് ചെയ്യുന്നു. ഒരു ടഫ്റ്റായിട്ട്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് ഒരുപാട് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് കാണപ്പെടുന്നു. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആർ നോൺ ആസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് വീറ്റ്, റൈസ് ഇതൊക്കെയാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി വേറെ കുറച്ചുണ്ട്. അതായത് അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം ഉണ്ട്. അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റാഡിക്കിളിൽ നിന്നാണ് റൂട്ട്സ്, റാഡിക്കിൾ എലോങ്ങേറ്റ് ചെയ്താണ് റൂട്ട്സ് ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞു. ഇനി റാഡിക്കിളിൽ നിന്നല്ലാതെ ഒരു പ്ലാന്റിൻ്റെ വേറെ ഏതെങ്കിലും പാർട്സിൽ നിന്നാണ് റൂട്ട്സ് എറേസ് ചെയ്യുന്നതെങ്കിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്നറിയപ്പെടുന്നു. എക്സാമ്പിൾ ഗ്രാസ്, ബനിയൻ ട്രീ, മെയ്സ് എക്സെട്ര. ഈ പ്ലാന്റ്സിനെല്ലാം അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാവുന്ന ബനിയൻ ട്രീ, അതായത് ആൽമരം, അതിലൊക്കെ അറിയാമല്ലോ മുകളിൽ നിന്ന് ഹാങ് ചെയ്ത് കിടക്കുന്ന റൂട്ട്സ്, അതായത് അതൊക്കെ റാഡിക്കിളിൽ നിന്നല്ല എറേസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഈസ് നോൺ ആസ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം. സോ 3 ടൈപ്പിലുള്ള റൂട്ട് സിസ്റ്റംസ് ആണ് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ഇനി എന്താണ് ഈ റൂട്ട് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന തന്നെയാണ്. എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ, ഫുഡ് മെറ്റീരിയൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്സ് ആൻഡ് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഈ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി അങ്ങോട്ട് ചാപ്റ്ററിലുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാം ഓക്സിൻ, ഗിബെർലിൻ, ഹോർമോൺസ് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഈ സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് റൂട്ട്സിൽ പഠിക്കേണ്ടത്. സോ ഇനി അടുത്ത പോർഷനിലോട്ട് പോവാം. നെക്സ്റ്റ്, മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട്സ്. സോ റൂട്ട്സ് ആർ മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ്, നൈട്രജൻ ഫിക്സേഷൻ, എയറേജ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഈ പറയുന്ന പല കാരണങ്ങൾക്കും വേണ്ടിയിട്ട് റൂട്ട്സ് മോഡിഫൈ ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ടാപ്പ് റൂട്ട്. അപ്പോൾ ക്യാരറ്റ്, ടർണിപ്പ് ഇതിലെല്ലാം ടാപ്പ് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ടാപ്പ് റൂട്ട്സ് എല്ലാം നമുക്കറിയാം ഫുഡ് സ്റ്റോർ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്വെല്ലിങ് നമുക്ക് കാണുന്ന ക്യാരറ്റ്, ടർണിപ്പ് ഇതെല്ലാം ടാപ്പ് റൂട്ട്സ് ആണ്. ടാപ്പ് റൂട്ട്സിൻ്റെ മോഡിഫിക്കേഷനാണ് ആ പറഞ്ഞ എക്സാമ്പിൾ ക്യാരറ്റ് ആൻഡ് ടർണിപ്പ്. ഇനി നെക്സ്റ്റ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്, സ്വീറ്റ് പൊട്ടറ്റോയുടെയൊക്കെ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് മോഡിഫൈ ചെയ്താണ്
എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ക്യാരറ്റ് ആൻഡ് ടർണിപ്പ് എന്ന് പറയുന്ന ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് എന്താണ്, അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. ഇനി നെക്സ്റ്റ് വേറൊരു മോഡിഫിക്കേഷൻ നമുക്കറിയാം, ബനിയൻ ട്രീ നമ്മൾ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സിൽ പറഞ്ഞു. അതിൽ നിന്ന് ഹാങ് ചെയ്ത് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പ് റൂട്ട്സ്. സോ പ്രോപ്പ് റൂട്ട്സ് ഓഫ് ബനിയൻ ട്രീ. അതുപോലെ തന്നെ നമുക്കറിയാം മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ. നമ്മൾ കരിമ്പൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ താഴത്തെ പോർഷനിൽ നിന്ന് ചെറുതായിട്ട് ചെറിയ റൂട്ട്സ് പോലെ എറേസ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ എസ് സ്റ്റിൽറ്റ് റൂട്ട്. ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ, അതായത് ഈ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട്, അതായത് സോയിലിൻ്റെ മുകളിൽ നിന്ന് ആ പോർഷനുള്ള സ്റ്റെമ്മിൽ നിന്നായിരിക്കും എറേസ് ചെയ്ത് വരുന്നത്. ഗ്രൗണ്ടിൻ്റെ അടിയിൽ അല്ലാതെ സ്റ്റെമ്മിൽ റൂട്ട് കാണും. അതുപോലെ തന്നെ ഈ മുകളിൽ, അതായത് സോയിലിൻ്റെ മുകളിലുള്ള പോർഷനിൽ നിന്നും റൂട്ട്സ് കാണുന്നതുണ്ട്. ആ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് റൂട്ട്സ് ആണ്. അതായത് സ്റ്റെമ്മിൻ്റെ ലോവർ നോഡിൽ നിന്നും എറേസ് ചെയ്ത് വരുന്ന റൂട്ട്സ് ആണ് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഓൾസോ ബനിയൻ ട്രീയുടെ എക്സാമ്പിളാണ് എന്ത് പറയുക, ബനിയൻ ട്രീയിൽ നിന്ന് എറേസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത്. Another type of root modification is pneumatophore. In Rhizophora, roots come out of the ground and grow vertically upwards in order to get oxygen for respiration. അതായത് salty areas, mangrove areasലൊക്കെ ഈ പ്ലാന്റ്സിൽ, റൈസോഫോറ എന്ന് പറയുന്ന പ്ലാന്റ്സിൽ റൂട്ട്സ് ഗ്രൗണ്ടിന് പുറത്തോട്ട് വന്നിട്ട് വെർട്ടിക്കലി അപ്വേർഡ്സ് ആയിട്ട് മുകളിലോട്ട് ഗ്രോ ചെയ്ത് കാണപ്പെടുന്നു. അപ്പോൾ ഈ ടൈപ്പ് റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റോഫോർസ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട്സ് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഗ്രോ ചെയ്ത് കാണപ്പെടുന്നത്. അപ്പോൾ മാൻഗ്രൂവ് ഏരിയാസിലൊക്കെ ഈ രീതിയിലുള്ള റൂട്ട്സ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എന്താണ്, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് റാഡിക്കൽ എലോങ്ങേറ്റ് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു, റൂട്ട് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ സീഡിൻ്റെ, അതായത് എന്ത് ഫോം ചെയ്യുന്നു, സീഡ് എംബ്രിയോ ആയിട്ട് അതിൽ പ്ലിമ്യൂൾ ഉണ്ടാകുന്നു. ആ പ്ലിമ്യൂൾ എന്തായിട്ട് മാറുന്നു, പ്ലിമ്യൂൾ ഡെവലപ്സ് ഇൻ ടു ദ സ്റ്റെം. അതായത് സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്, ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആണ്. നമുക്കറിയാം ഈ സ്റ്റെമ്മിൽ മേജറായിട്ട് 2 പോർഷൻ, അതായത് ലീവ്സ് കാണുന്ന ആ പോർഷനെ വിളിക്കുന്ന പേരാണ് നോട്ട്സ്. അതുപോലെ തന്നെ ഈ 2 നോട്ട്സിൻ്റെ ഇൻ ബിറ്റ്വീനിലായിട്ടുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ നോട്ട്സ്. അപ്പോൾ നോട്ട്സ് എന്താണ്, ദ റീജിയൻ ഓഫ് ദി സ്റ്റെം വെയർ ലീവ്സ് ആർ ബോൺ ആൻഡ് ദ പോർഷൻ ബിറ്റ്വീൻ ദീസ് 2 നോട്ട്സ് ആർ നോൺ ആസ് ഇന്റർ നോട്ട്സ്. അതുപോലെ തന്നെ ഈ സ്റ്റെം എന്തൊക്കെ കാണും, ആക്സിലറി ബഡ്സും കാണുന്നു, അതുപോലെ തന്നെ ടെർമിനൽ ബഡ്സും കാണുന്നു. ആക്സിലറി ബഡ്സ് എവിടെയാണ് വരുന്നത്, നോട്ട്സിലാണ് വരുന്നത്. ടെർമിനൽ ബഡ്സ് ആ സ്റ്റെമ്മിൻ്റെ ഏറ്റവും ടിപ്പിലായിരിക്കും, ടെർമിനൽ റീജിയനിലായിരിക്കും വരുന്നത്. ഇനി എന്താണ് ഈ സ്റ്റെമ്മിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, സ്പ്രെഡിങ് ബ്രാഞ്ചസ്, ബിയറിംഗ് ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, സ്റ്റെം അറേഞ്ചസ് ലീവ്സ് ഇൻ എ വേ ദാറ്റ് ഇറ്റ്സ് ഗെറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ടു പെർഫോം ഫോട്ടോസിന്തസിസ്. അതുപോലെ തന്നെ വേറെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഓൾസോ കണ്ടക്ട്സ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം റൂട്ട്സ് ടു ലീവ്സ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ്. നമുക്കറിയാം റൂട്ട്സിൽ നിന്ന് വലിച്ചെടുക്കുന്ന വാട്ടർ ആൻഡ് മിനറൽസിനെ ലീവ്സിലോട്ട് എത്തിക്കുന്ന ആരാണ്, സ്റ്റെമ്മാണ്. അതുപോലെ തന്നെ ലീവ്സിലാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടന്ന് ഫുഡ് പ്രോഡക്ട്സ് നിർമ്മിക്കുന്നത് എവിടെയാണ്, ഏത് പോർഷനിലാണ് ലീവ്സ് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ലീവ്സിലാണ്. ഇനി ആ ലീവ്സിൽ നിന്നും ബാക്കിയുള്ള പാർട്സിലോട്ട് ഈ സ്റ്റോറേജ് ഫുഡ് എത്തിക്കുന്നത് ആരാണ്, സ്റ്റെമ്മാണ്. സോ സ്റ്റെമ്മിൻ്റെ മേജർ ഫങ്ഷൻ എന്തൊക്കെയാണ്, സ്റ്റോറേജ് ഓഫ് ഫുഡ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് ഈസ് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം. Underground stem of potato, ginger and turmeric are modified to store food. ഈ പറയുന്ന 3 നമുക്കറിയാവുന്ന, അതായത് പൊട്ടറ്റോ, ജിഞ്ചർ ആൻഡ് ടർമറിക്, ദീസ് 3 ആർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. ഫുഡ് സ്റ്റോറേജിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്നതാണ് പൊട്ടറ്റോ, ജിഞ്ചർ ആൻഡ് ടർമറിക്. ആൻഡ് ദേ ഓൾസോ ആക്ട് ആസ് ആൻ ഓർഗൻ ഓഫ് പെറിനേഷൻ ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. ആൻഡ് ദിസ് അനദർ മോഡിഫിക്കേഷൻ ഈസ് ദ സ്റ്റെം ടെൻഡ്രിൽ. സ്റ്റെം ടെൻഡ്രിൽ ഏതിലാണ് കാണപ്പെടുന്നത്, ക്ലൈംബേഴ്സിലാണ് കാണപ്പെടുന്നത്, അതായത് കുക്കുംബർ, പംകിൻസ് ആൻഡ് ഗ്രേപ്സ്. നമുക്കറിയാം എന്താണ്, ആക്സിലറി ബഡ്സ് ആണ് എന്തായിട്ട് മാറുന്നത്, ഈ ടെൻഡ്രിലായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. അതായത് നോഡൽ റീജിയനിൽ നിന്നും ആക്സിലറി ബഡ്സ് ഫോം ചെയ്യുന്നു. ഈ ആക്സിലറി ബഡ്സ് എന്തായിട്ട് മോഡിഫൈ ചെയ്യുന്നു, ടെൻഡ്രിലായിട്ട് ഫോം ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പോൾ ഈ ടെൻഡ്രിൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട്സിലൊക്കെ ഇവർ ക്ലൈംബ് ചെയ്ത് പോകുന്നത്.
And another is the axillary bud of stem may modified into woody, straight and pointed thorns. Thorns are മുള്ള്, സിട്രസ്, അതുപോലെ തന്നെ ബൊഗെയിൻവില്ല, ഈ പ്ലാന്റ്സിലൊക്കെ ആക്സിലറി ബഡ്സ് എന്തായിട്ട് മോഡിഫൈ ചെയ്യുന്നു? തോൺസ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നു. സോ സ്റ്റെം ടെൻഡറിലെ കേസിൽ എന്തായിട്ട് മാറുന്നു? ആക്സിലറി ബഡ് ടെൻഡറിലായിട്ട് മാറുന്നു. ഇൻ ദ കേസ് ഓഫ് സിട്രസ് ആൻഡ് ബൊഗെയിൻവില്ലെ ആക്സിലറി ബഡ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു തോൺസ് ആയിട്ട് മാറുന്നു. പോയിന്റഡ് ടിപ്സുള്ള തോൺസ് ആയിട്ട് മാറുന്നു. ഇനി അനദർ വൺ ആണ് നമുക്കറിയാം ഒപ്പൻഷ്യ, അതുപോലെ തന്നെ യൂഫോർബിയ. ഈ പ്ലാന്റ്സിലൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്റ്റെം മോഡിഫൈ, ആ സ്റ്റെം എന്ത് ചെയ്യുന്നു? ഫ്ലാറ്റൻ ആയിട്ട് മാറുന്നു. അതായത് ലീഫ് പോലെ തോന്നുന്ന രീതിയിൽ സ്റ്റെംസ് ഇങ്ങനെ ഫ്ലാറ്റൻ ആയിട്ട് മാറുന്നു. എറിഡ് റീജൻസിലൊക്കെ മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോക്ലേഡ്. They also help in photosynthesis and storage of water. അപ്പോൾ ഈ ഡെസേർട്ട് റീജിയനിൽ വരുന്ന ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്കറിയാം, അതിൽ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ സ്റ്റെം ഇങ്ങനെ ഫ്ലാറ്റനായിട്ട് നമുക്ക് കാണുമ്പോൾ നമ്മൾ ലീഫാണെന്ന് ചിന്തിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റെം കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോക്ലേഡ്. അപ്പോൾ അതിൽ തന്നെയാണ് ഫോട്ടോസിന്തസിസും വാട്ടർ സ്റ്റോറേജൊക്കെ നടക്കുന്നത്. ഏതിലാണ്? ഈ ഫില്ലോക്ലേഡിലാണ് നടക്കുന്നത്. Another modification of stem is stolon. In some plants, a slender lateral branch arises from the base of the main axis and after growing aerially for some time, arch downwards to touch the ground. അതായത് ചില പ്ലാന്റ്സിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മെയിൻ ആക്സിസിൽ നിന്ന് എറേസ് ചെയ്യുന്ന ലാറ്ററൽ ബ്രാഞ്ച് കുറച്ച് വളർന്നതിന് ശേഷം സോയിലുമായിട്ട് ടച്ച് ചെയ്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? റൂട്ട്സ് ഫോം ചെയ്ത് വേറൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്യുന്ന ആ പോർഷനാണ് നമ്മൾ സ്റ്റോളോൺ എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് വരുന്ന മിൻറ്റ് ആൻഡ് ജാസ്മിൻ. നമുക്കറിയാം ഈ മുല്ലച്ചെടികളിലൊക്കെ നമുക്കറിയാം പതിവയ്ക്കുക എന്ന് പറയും. അതായത് കുറച്ച് ദൂരം വളർന്ന സ്റ്റെമ്മിനെ നമ്മൾ പതുക്കെ എന്ത് ചെയ്യുന്നു? അതിനെ ലാറ്ററൽ ബ്രാഞ്ചിന് നമ്മൾ സോയിലുമായിട്ട് ചേർത്തിട്ട് അതിലൊരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സോയിലോട്ട് താനെ നടക്കുന്നതുകൊണ്ട് നമ്മൾ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചില പ്ലാന്റ്സിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു? താനെ തന്നെ അത് വളരുന്നു. സോ ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് സ്റ്റോളോൺ. Next modification is offset, a lateral branch with short internodes and each node bearing a rosette of leaves and a tuft of roots is found in aquatic plants. Example, Pistia and Eichhornia. അപ്പം കോമൺ ആയിട്ട് ഈ ഓഫ്സെറ്റ് കാണപ്പെടുന്നത് അക്വാറ്റിക് പ്ലാന്റ്സിലാണ്. ഇതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചിൽ എന്ത് കാണുന്നു? ഷോർട്ട് ഇൻ്റർനോഡ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഓരോ നോഡ്സിലും എന്തുണ്ടാവും? ഒരു ടഫ്റ്റ് ഓഫ് ലീവ്സ്, റൂട്ട്സും കാണും, അതുപോലെ തന്നെ എന്തും കാണും? ഒരു കുറച്ച് ലീവ്സ്. അതായത് എങ്ങനെയാണോ ആ മെയിൻ പ്ലാന്റ് ഉള്ളത് അതുപോലെ തന്നെ ഇതിലുമുണ്ട്. അതായത് സെപ്പറേറ്റ് പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് തോന്നും. നമ്മൾ ഈ കുളങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പ്ലാന്റ്സ് ഇങ്ങനെ കാണുന്നുണ്ട്. അത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ വരത്തുള്ളൂ. കാരണം ദേ ആർ കണക്റ്റഡ് ബൈ ഓഫ്സെറ്റ്. അപ്പോൾ ദർ ആർ റോസെറ്റ് ഓഫ് ലീവ്സ് ആൻഡ് ടഫ്റ്റ് ഓഫ് റൂട്ട്സ് ഓരോ നോഡിലും കാണപ്പെടുന്നു. ദേ ആർ കണക്റ്റഡ് വിത്ത് ഷോർട്ട് ഇന്റർനോഡ്സ്. Next is sucker. In some plants, lateral branches originate from the basal and underground portion of the main stem. These branches grow horizontally beneath the soil and then come out obliquely upward, giving rise to leafy shoots. Example, banana and pineapple. വാഴയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, അതായത് മദർ പ്ലാന്റിൻ്റെ ബേസിൽ നിന്നും അതിൻ്റെ ഡോട്ടർ പ്ലാന്റ്സ് ഇങ്ങനെ വളരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ പ്ലാന്റ് വളരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് പോർഷനായിട്ട് അതിൻ്റെ മെയിൻ സ്റ്റെം ഇങ്ങനെ ഗ്രോ ചെയ്ത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഒബ്ലിക്കലായിട്ട്, അതായത് പിന്നെയാണ് ജസ്റ്റ് ഇങ്ങനെ അപ്വേർഡ് ചെയ്ത് ലീഫി ഷൂട്ട്സ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് കാണും. നമ്മൾ വാഴയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ദാറ്റ് ടൈപ്പ് ഈസ് നോൺ എസ് സക്കർ. നെക്സ്റ്റ് ഈസ് ലീഫ്. ഇനി ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ ഫീച്ചേഴ്സാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ലീഫ് അറിയാം. ഇപ്പോൾ ലീഫിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഗ്രീൻ ലാറ്ററൽ ഫ്ലാറ്റൻഡ് ഔട്ട് ഗ്രോത്ത് വിച്ച് ഈസ് ബോൺ ഓൺ ദ നോഡ് ഓഫ് എ സ്റ്റെം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റെമ്മിൻ്റെ നോഡൽ റീജിയനിൽ നിന്നാണ് ലീഫ് എറേസ് ചെയ്യുന്നത്. And each leaf bears a bud in its axil called as axillary bud which later develops into a branch. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു എന്താണ്? ലീഫിൽ നോഡൽ റീജിയനിൽ നിന്ന് തന്നെ ലീഫിൻ്റെ ഇതിലായിട്ട് എന്ത് കാണുന്നു? ആക്സിലറി ബഡ്സ് കാണപ്പെടുന്നു. ആ ലീവ്സ് എന്ന് പറയുന്നത് ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഓർഗൻ ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് ഓൾസോ ലീഫ് ഒറിജിനേറ്റ് ഫ്രം ഷൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അക്രോപീറ്റൽ ഓർഡർ. സോ ലീവ്സ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? എപ്പിക്കൽ മെറിസ്റ്റം. അതുപോലെ തന്നെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? അക്രോപീറ്റൽ ഓർഡർ. അക്രോപീറ്റൽ ഓർഡർ എന്ന് വെച്ചാൽ എന്തുവാണ്? ദാറ്റ് ഈസ് ന്യൂവസ്റ്റ് ലീവ്സ് ആർ അറ്റ് ദ
top of the plant and the older leaves are at the base. നമുക്കറിയാം പുതിയ ലീവ്സ് വരുന്ന എവിടെയാണ്? ഓൾഡർ ലീവ്സ് ബേസിലായിരിക്കും, അതിൻ്റെ മുകളിലോട്ടായിരിക്കും പുതിയ ലീവ്സ് വരുന്നത്. അപ്പോൾ ഓൾഡർ ലീവ്സ് കൊഴിഞ്ഞു പോവുകയും പുതിയ ലീവ്സ് അതനുസരിച്ച് മുകളിലോട്ട് വളരുകയും ചെയ്യുന്നു. ദാറ്റ് ഓർഡർ ഈസ് നോൺ as acropetal order. And a typical leaf consists of 3 parts, that is leaf base, petiole and lamina. അപ്പോൾ ലീഫ് ബേസ് നമുക്കറിയാം, അത് എന്താണ്? സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷനാണ് ലീഫ് ബേസ്. ആൻഡ് നമ്മൾ ലീഫിൻ്റെ ഞെട്ടെന്ന് പറയുന്ന ആ പോർഷനാണ് പീറ്റിയോൾ. ആൻഡ് നെക്സ്റ്റ് ഈസ് ലാമിന. ആ ബ്രോഡായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ആ പോർഷനാണ് ലാമിന എന്നറിയപ്പെടുന്നത്. ആൻഡ് ലീഫ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ സ്റ്റെം ബൈ ലീഫ് ബേസ് വിച്ച് മേ ബിയർ 2 സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്റ്റിപ്യൂൾ. ഇനി ചില പ്ലാന്റ്സിലൊക്കെ സ്റ്റിപ്യൂൾ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം, അതായത് ലീഫ് ബേസിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ആ ലീഫ് ബേസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ചെറിയ സ്മോൾ ആയിട്ടുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചർ, എന്നാൽ അത് ലീഫ് അല്ല, ചെറിയൊരു പോർഷൻ കാണപ്പെടുന്നു. ദാറ്റ് ഈസ് നോൺ as സ്റ്റിപ്യൂൾ വിച്ച് ഈസ് എ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചർ, നോട്ട് ലീഫ് ലൈക്ക് സ്ട്രക്ചർ. In some leguminous plants, the leaf base may become swollen and which is called പൾവൈനസ്. അതായത് ചില ലെഗുമിനസ് പ്ലാന്റ്സുകളുണ്ടായി. ലെഗുമിനസ് മീൻസ് എന്താണ്? പയറുവർഗ്ഗങ്ങൾ, അതായത് പീ പ്ലാന്റ്സ്. ആ മോഡലുള്ള ചെടികളിലൊക്കെ എന്താണ് പ്രത്യേകത? അതിൻ്റെ ലീഫ് ബേസ് സ്വോളൻ ആയിരിക്കും, കുറച്ച് ഉരുണ്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ as പൾവൈനസ്. അതായത് ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ഒരു കീ ഫീച്ചർ ആണെന്ന് തന്നെ നമുക്ക് പൾവൈനസിനെ പറയാം. നെക്സ്റ്റ് ഈസ് ദ സ്ട്രക്ചർ ദാറ്റ് ഹോൾഡ്സ് ദ ലീഫ് ഈസ് കോൾഡ് petiole. And the green portion exposed part of the leaf is known as lamina, and the lamina which bears the veins or വെയിൻലെറ്റ്സ്. നമുക്കറിയാം അതിനകത്ത് ഇങ്ങനെ വെയിൻസ് കാണപ്പെടുന്നു, ലീഫിൻ്റെ ലാമിനയിൽ വെയിൻസ് കാണപ്പെടുന്നു. അതിൻ്റെ മിഡിൽ കൂടി പോയിരിക്കുന്ന പ്രോമിനൻറ്റ് വെയിനെ വിളിക്കുന്ന പേരാണ് മിഡ്രിപ്പ്. ആൻഡ് ദ മിഡ്രിപ്പ് ബ്രാഞ്ചസ് ഇൻ ടു വെയിൻസ് ആൻഡ് veinlets, and these veins provide rigidity to the leaf blade and act as channel for transport of water and minerals. And what is the function of the veins in lamina or leaf? It gives rigidity to leaf blade and act as a channel, അതായത് വാട്ടർ ആൻഡ് മിനറൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വെയിൻസ് എന്ന് പറയുന്നത്. Next is inflorescence. During the flowering season, the vegetative apex of the stem gets converted into a floral meristem. The arrangement of flowers on the floral axis is termed as inflorescence. അതായത് ഫ്ലവറിങ് സീസണിൻ്റെ സമയത്ത് നമുക്കറിയാം എന്താണ്? വെജിറ്റേറ്റീവ് എപ്പെക്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് എന്ത് ഫോം ചെയ്യുന്നത്? ബഡ്സ് ഫോം ചെയ്ത് ഫ്ലവേഴ്സായിട്ട് മാറുന്നത്. ആൻഡ് ഈ ഫ്ലവേഴ്സിനെ ആ ഫ്ലോറൽ ആക്സിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? inflorescence. The arrangement of flower on floral axis is called inflorescence, and this arrangement may be of 2 types, are of mainly 2 types, racemose inflorescence and cymose inflorescence. In racemose inflorescence, the main axis continues to grow and the flowers are borne laterally in an acropetal succession. അതായത് റാഡിഷ്, മസ്റ്റാർഡ് ഇതുപോലുള്ള പ്ലാന്റുകളിലാണ് ഈ റെസിമോസ് ഇൻഫ്ലോറസൻസ് കാണപ്പെടുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ ആക്സിസ്, ഇതിൻ്റെ ഫ്ലോറൽ മെരിസ്റ്റം മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അതിൽ എറേസ് ചെയ്യുന്നത് എന്ത് സക്സഷനിലായിരിക്കും? അക്രോപെറ്റൽ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഓൾഡർ ഫ്ലവേഴ്സ് ആർ അറ്റ് ദ ബേസ് ആൻഡ് ദ യങ്ങർ വൺ ഈസ് അറേഞ്ച്ഡ് അറ്റ് ദ ടോപ്പ്. അപ്പോൾ നല്ല വിരിഞ്ഞ പൂക്കൾ കാണപ്പെടുന്നത് അതിൻ്റെ ബേസിലായിരിക്കും, ആൻഡ് ബഡ്സ് കാണപ്പെടുന്നത് അതിൻ്റെ ടിപ്പ് പോർഷനിലായിരിക്കും. എന്നാൽ സൈമോസ് ഇൻഫ്ലോറസൻസിൽ എന്താണെന്ന് പറഞ്ഞാൽ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ ഹാവിങ് ലിമിറ്റഡ് ഗ്രോത്ത്. ഇവിടെ ഒരു ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും കാണപ്പെടുന്നത്. അതായത് നമ്മൾ ജാസ്മിനിലൊക്കെ കണ്ടാൽ നമുക്കറിയാം അതിൽ സെൻറ്ററിലായിരിക്കും അതിൻ്റെ മെയിൻ ഫ്ലവർ, അതായത് മെച്യൂർ ആയിട്ടുള്ള ഫ്ലവർ കാണപ്പെടുന്നത്. ആൻഡ് അതിൻ്റെ ബേസിലാണ് അതിൻ്റെ ബഡ്സ് കാണപ്പെടുന്നത്. അതായത് മിഡിലുള്ള ഫ്ലവർ വിരിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ ബേസിലുള്ള ഫ്ലവർ വിരിയുന്നത്. ആ ഒരു ഓർഡറിനെ വിളിക്കുന്ന പേരാണ് ബേസി പെറ്റൽ സക്സഷൻ എന്നറിയപ്പെടുന്നത്. ജാസ്മിൻ, ബൊഗെയ്ൻവില്ല ഇതിലെല്ലാം സൈമോസ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും. അപ്പോൾ റെസിമോസിൽ കണ്ടിന്യൂസ് ഗ്രോത്ത് ആയിരിക്കും, സൈമോസിൽ ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അക്രോപെറ്റൽ സക്സഷൻ ആയിരിക്കും ഇൻ റെസിമോസ് ഇൻഫ്ലോറസൻസ്, ആൻഡ് ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ് ഇറ്റ് ഈസ് ഇൻ ബേസി പെറ്റൽ സക്സഷൻ. സോ നെക്സ്റ്റ് നമുക്കിനി ഇത്രയും പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Normally roots grow into the soil, but in some plants like Rhizophora, many roots come out of the ground and grow vertically upwards. What are these roots called? Give their function. Second question. 4 stem modifications are given below. 3 of them are underground stem modification. Pick out the odd one as your answer. ഈ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അത്രയും പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് ആൻസർ വളരെ സിമ്പിളായിട്ട് എഴുതാനായിട്ട് സാധിക്കും. Third one, in cactus, both leaves and stems are modified to perform different functions. Name the modifications and identify their functions. Fourth one, write 2 differences between racemose and cymose inflorescence. Fifth question, what type of modifications of root is found in banyan tree? B. Rhizophora, C. Sugarcane, and D. Turnip. Sixth question, match the following. Seventh one, in most of the plants, roots are meant for absorption and fixation, but there are exceptions to these functions. Justify the statement citing at least 3 examples. Eighth one, the main function of most of the stems is spreading out branches bearing leaves, flowers and fruits and the conduction of materials, but there are exceptions to this. Justify the statement citing at least 3 examples. Ninth one, name of 3 plants are given below. A. Rhizophora, B. Bougainvillea, C. P. Name the modifications seen in these plants. Write their functions. Last one, observe the figures A and B. Identify the type of inflorescence and write any 2 differences between them. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ്.